ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെടികളും പച്ചക്കറികളും ഒക്കെ നടാനായിട്ട് നമുക്ക് പോട്ടി മിക്സ് എങ്ങനെ നന്നായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ മഴയൊക്കെ തുടങ്ങാറായതുകൊണ്ട് എല്ലാവരും പച്ചക്കറികൾ നടാനായിട്ട് തുടങ്ങും. അന്നേരം നമുക്ക് ഈ പച്ചക്കറികളായാലും ചെടികളായാലും നമ്മൾ നടുമ്പോൾ നമുക്ക് പോട്ടി മിക്സ്, നല്ല ഒരു പോട്ടി മിക്സ് ഉണ്ടെങ്കിലേ നമ്മുടെ ചെടികളും പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വളരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പോട്ടി മിക്സ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അന്നേരം നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ഗ്രോ ബാഗിനകത്തും ചട്ടിയിലും ഒക്കെ കൃഷി ചെയ്യുമ്പം നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത ആ മണ്ണിനകത്ത് വീണ്ടും മണ്ണിനകത്ത് വളമൊന്നും ചേർക്കാതെ വീണ്ടും നമ്മൾ ചെടികൾ ഡയറക്റ്റ് ആ മണ്ണിൽ തന്നെ നമ്മളങ്ങ് നട്ടുവെക്കരുത്. ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് കഴിയുമ്പം ആ മണ്ണിനകത്തുള്ള വളങ്ങളും ചെടിക്ക് വേണ്ടുന്ന മൂലകങ്ങളും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ ചെടി വലിച്ചെടുത്തതിന് ശേഷം വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തൊരു മണ്ണായിരിക്കും നമുക്ക് ആ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഇരിക്കുന്നത്. അങ്ങനെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഇരിക്കുന്ന മണ്ണ് നമ്മൾ വെയിലത്ത് തട്ടിയിട്ട് നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുമ്മായപ്പൊടി ചേറി മണ്ണിനകത്ത് കുറച്ച് കുമ്മായപ്പൊടി ചേറി വേണം വെയിൽ കൊള്ളിക്കാനായിട്ട്. ഒരു 3-4 ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മണ്ണുമായിട്ട് ഈ വളം മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഈ വളം മിക്സ് ചെയ്തതിന് ശേഷം ഈ വളവും മണ്ണും എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു കൂന പോലെ ആക്കി വെക്കണം. കൂന പോലെ ആക്കി വെച്ചിട്ട് അതിനകത്ത് ഇടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലൊരു ചാക്കോ വേറെ എന്തെങ്കിലും ഒരു ഷീറ്റോ വല്ലതും ഇട്ട് അതിനെ മൂടി വെക്കണം. ഒരാഴ്ച നമ്മൾ ഈ മണ്ണിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഗ്രോ ബാഗിനകത്തോ ചട്ടിയിലോ നിറച്ച് വെച്ചാൽ കൊടുത്താൽ നമ്മുടെ ചെടിക്ക് നല്ല പ്രയോജനപ്രദമായിട്ടുള്ള നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയിട്ട് ഈ മണ്ണ് മാറും. ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മണ്ണെടുത്ത് നമുക്ക് നല്ല രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കി നമ്മളൊരു ചാക്കിലോ ബക്കറ്റിലോ ഡ്രമ്മിലോ വല്ലോ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന മഴ സമയമാകുമ്പോഴും നമുക്ക് കൃഷിക്കായിട്ട് അല്ലെങ്കിൽ ചെടി നടാനായിട്ട് നമുക്ക് ഈ മണ്ണ് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പോട്ടി മിക്സ് നമ്മൾ മഴ നനയാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം. നമുക്ക് പെട്ടെന്നൊരു ചെടിയോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി തൈയോ കിട്ടുമ്പം നമുക്ക് പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് നടക്കണ്ട. നമുക്ക് അന്നേരം പെട്ടെന്ന് നമുക്ക് അത് നടാനായിട്ട് ഈ പോട്ടി മിക്സ് ഉപയോഗിച്ച് നമുക്ക് നടാനായിട്ട് പറ്റും. ഇപ്പം നല്ല വെയിലുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം പച്ചക്കറി കൃഷി ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർ, അതിനെ തുടങ്ങാനായിട്ട് ഇരിക്കുന്നവർ ഇതുപോലൊന്ന് പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ച് കൃഷി ചെയ്ത് നോക്ക്. നമുക്ക് നല്ല രീതിയിലൊരു വിളവ് കിട്ടും. ഇതുപോലെ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കരിയില കമ്പോസ്റ്റോ ചകിരിച്ചോറ് ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് കുറച്ചെടുത്തിട്ട് മണ്ണിൻ്റെ അളവ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കരിയില കമ്പോസ്റ്റും ചകിരിച്ചോറും ഒക്കെ എടുത്താൽ നമുക്ക് മണ്ണ് കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കൃഷിക്ക്. ഞാൻ പച്ചക്കറി തൈകളൊക്കെ മേടിച്ച് നട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് പോട്ടി മിക്സ് തയ്യാറാക്കി കൃഷി ചെയ്ത് തുടങ്ങാൻ നോക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കരുതേ. താങ്ക് യു.